അതായത് നമ്മളിപ്പോൾ പഠിക്കാൻ പോണ ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലാസ് 8ത്തെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിലെ കൊളോയിഡ്സ് എന്ന് പറഞ്ഞ ഭാഗമാണ്. അപ്പോൾ എന്താണ് കൊളോയിഡ്സ്? നമ്മൾ സൊല്യൂഷൻസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സസ്പെൻഷൻസിനെ കുറിച്ചിട്ടും പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു മിക്സ്ചറിനെ കുറിച്ച് പഠിക്കുകയാണ്. ഈ സസ്പെൻഷനും അല്ല അതുപോലെ തന്നെ സൊല്യൂഷനും അല്ലാത്ത പോലത്തെ ഒരാളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അതിൽ കൊളോയിഡിൽ വരണ ഒരു കാറ്റഗറിയാണ് നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത്. മിൽക്ക് ഒരു കൊളോയിഡൽ ഒരു മിക്സ്ചറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം, ഒരു ആക്ടിവിറ്റി കൂടിയാണ് ആ കൊളോയിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറയണം നമ്മൾ. അപ്പോൾ നമ്മളൊരു മിക്സ്ചർ കൺസിഡർ ചെയ്തതാണ്. അത് എന്ന് പറയുന്നത് ഒരു വാട്ടർ, അതായത് നമ്മൾ വാട്ടറും മിൽക്കും നമ്മൾ മിക്സ് ചെയ്തു. അതായത് ഒരു ബീക്കർ എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം അതുപോലെ തന്നെ മിൽക്കും പാലും മിക്സ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ശരിയായിട്ട് അതിൽ നടക്കുന്നത് അല്ലെങ്കിൽ അതിൽ നടക്കാത്തതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പോൾ ഫസ്റ്റ് നോക്ക്, ദി പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ വിത്ത് ദി നൈക്കഡ് ഐസും. അതായത് നമുക്ക് പാലും വെള്ളത്തിൽ നമുക്ക് അതിലത്തെ പാർട്ടിക്കിൾസിനെ കൃത്യമായിട്ട് കാണാൻ പറ്റുമോ? പാലിൽ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടെങ്കിൽ ഇല്ല, നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഒരു പാത്ത് ഓഫ് ലൈറ്റ്, അതൊരു ഇൻറ്റൻസ് ലൈറ്റ് നമ്മൾ കടത്തി വിട്ട് ആ സൊല്യൂഷനിൽ കൂടെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ആ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് കാണാൻ പറ്റും ഈ മിൽക്ക് സൊല്യൂഷനിൽ, കാരണം അതൊരു കൊളോയിഡാണ്. പിന്നെ നമുക്ക് വെറുതെ നമ്മൾ അരിച്ചു ഒരിക്കലും സാധാരണ ഓർഡിനറി ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് ആ പാർട്ടിക്കിളിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഹെട്രോജീനിയസ് സൊല്യൂഷൻ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോൾ തൽക്കാലം നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സാൻഡ് വെള്ളത്തിൽ മിക്സ് ചെയ്തെന്ന് വിചാരിക്കുക, നമുക്ക് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കല്ലിനെ വെള്ളത്തിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അതുപോലെ നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷനിൽ നടക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വി ക്യാൻ സീ ദി പാർട്ടിക്കിൾസ് ഇൻ ഇറ്റ് വിത്ത് നൈക്കഡ് ഐസ്. ഒരു സൊല്യൂഷനിൽ അണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ട്രൂ സൊല്യൂഷനിൽ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊളോയിഡൽ സൊല്യൂഷനിൽ നമുക്ക് കാണാൻ പറ്റില്ല പാർട്ടിക്കിൾസിനെ. അതുപോലെ തന്നെ ഒരു സാധാരണ ഒരു സസ്പെൻഷൻ പോലെ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യില്ല, സെറ്റിൽ ചെയ്യില്ല, ഒരു സൊല്യൂഷനെ താഴെ സെറ്റിൽ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നേരം വെറുതെ നമ്മൾ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനും പോകണില്ല. ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, കൊളോയിഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെഫിനേഷനാണ് പറയുന്നത്. കൊളോയിഡ് എന്ന് പറയുന്നത് സൊല്യൂഷനും സസ്പെൻഷൻ്റെയും ഇടയിലുള്ള ഒരു എന്താ പറയുക, ഒരു സൈസ് ഓഫ് പാർട്ടിക്കിളാണ്. അതായത് ആ കൊളോയിഡ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ വരെയാണ്. അത് കൊളോയിഡുള്ള സസ്പെൻഷൻ ലൈൻ രണ്ടായിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫോം ഓഫ് മിക്സ്ചറാണ്. നമ്മൾ സാധാരണ സിനിമ തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ കാണുമ്പോൾ നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അത് കൊളോയിഡൽ സൈസുള്ള പാർട്ടിക്കിൾസ് ആയ കാരണമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളൊരു ആക്ടിവിറ്റി കാണുന്നുണ്ട്, ട്രൂ സൊല്യൂഷൻ സസ്പെൻഷൻ കൊളോയിഡിൻ്റെ.